ഹലോ, നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈ ലുക്കൊക്കെ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് കിടക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒന്ന് രണ്ട് പേര് വീണ്ടും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ. അപ്പം Q&A പോലെയല്ല, പക്ഷേ ഇത് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം എല്ലാവർക്കും നിങ്ങളുടെ ഫീസൊക്കെ അടച്ച് നിങ്ങളുടെ റെസിപ്റ്റൊക്കെ കിട്ടിയിട്ടിരിക്കുന്ന സമയമായിരിക്കും. ചിലരൊക്കെ RP കാർഡിന് അപ്ലൈ ചെയ്തിരിക്കുന്ന സമയമായിരിക്കും. ചിലർ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കുള്ളൂ. എന്താണെങ്കിലും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ഓഫർ ലെറ്റർ കിട്ടിയതിനൊക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ ഇപ്പം ഞാൻ ആദ്യം മുതൽ തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഫീസ് അടച്ചിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, RPക്ക് സബ്മിറ്റ് ചെയ്യേണ്ട സമയമാണ് നെക്സ്റ്റ്. ഫീസ് അടയ്ക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടല്ലോ, ഡെഡ് ലൈൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ക്യൂ സിസ്റ്റമാണ്. എന്താണെങ്കിലും നമ്മൾ വരാൻ തീരുമാനിച്ചു. അപ്പം നേരത്തെ തന്നെ ഫീസ് അറേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ ഫീസ് അടയ്ക്കാനായിട്ട് നോക്കുക കേട്ടോ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഫീസ് അടച്ചാൽ മാത്രം പോരാ, നിങ്ങൾ അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ എന്താണെങ്കിലും അതിൻ്റെ അക്നോളജ്മെൻറ്റ് കളക്ട് ചെയ്ത് വെക്കണം. ഇൻ കേസ് യൂണിവേഴ്സിറ്റി ഡിലേ ആവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് മെയിൽ അയച്ചു ചോദിച്ചിട്ട് അത് നമ്മളുടെ ആവശ്യമാണല്ലോ അത്. അപ്പോൾ അത് നിങ്ങൾ എന്താണെങ്കിലും അത് നിങ്ങളിത് മേടിച്ച് വെക്കണം, സെക്യൂർ ചെയ്ത് വെക്കണം. ഓക്കെ. പിന്നത്തെ കാര്യം, ഇപ്പം RPക്ക് സബ്മിറ്റ് ചെയ്ത് വിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം തന്നെ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഡിലേ വരുത്തണ്ട. ഫീസ് അടച്ചല്ലോ, നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ ടൈം ഉണ്ടല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫണ്ടൊക്കെ ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണം, അതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ RPക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനി ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉദ്ദേശം എന്താ വെച്ചാൽ, നിങ്ങൾ RPക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്താണെങ്കിലും എംബസിയിൽ പോകുമല്ലോ ബയോമെട്രിക്സിന്. അപ്പം അതിന് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കരുതണം എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഞാനിപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ബേസിലും ഇതുപോലെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡൽഹിയിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഡൽഹിയിലാണ് നമ്മളുടെ വൺ ആൻഡ് ഓൺലി എംബസി ഉള്ളത്. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ പോകണം. അപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ ബയോമെട്രിക്സിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ബയോമെട്രിക്സിന് നമുക്ക് മെയിൽ വരുള്ളൂ. നിങ്ങൾ ബയോമെട്രിക്സിന് ഇൻവൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ മെയിൽ വന്ന് നമുക്ക് 30 days കിട്ടും നമുക്ക് ബയോമെട്രിക്സ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ 30 ദിവസം ഉണ്ടല്ലോ, കുറച്ച് ഡിലേ ആയിട്ട് പോയാൽ മതിയല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. വൺസ് നിങ്ങൾക്ക് മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏർലിയസ്റ്റ് നിങ്ങൾ ബയോമെട്രിക്സിന് പോവാം. അതിന് നമ്മൾ ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഡയറക്റ്റ് പോയാൽ മതി. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം നോക്കേണ്ട ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഈ 3 ദിവസങ്ങളിലും അവിടെ എത്തുന്ന രീതിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന രീതിയിൽ അങ്ങനെ പോവാം. ഓക്കെ. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ തേഴ്സ്ഡേയും ഫ്രൈഡേയും എടുത്തു എന്ന് വെച്ചോ, കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇൻ കേസ് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. അവരിതുപോലെ ഫ്രൈഡേ പോയിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേ പോയപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ എന്തോ ടെക്നിക്കൽ എറർ വന്നു. പിന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണ്, അറിയാലോ. അപ്പം അവർ പിന്നെ എന്ത് ചെയ്യണം, ഈ സാറ്റർഡേയും സൺഡേയും അവിടെ സ്റ്റേ ചെയ്യണം. എഗെയിൻ മൺഡേ പോകാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഇപ്പം വേറെ എവിടെയെങ്കിലൊക്കെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നവരാണെങ്കിലും ആരാണെങ്കിലും നിങ്ങളുടെ സ്റ്റേ, ഫുഡ്, അക്കോമഡേഷനൊക്കെ 2 ദിവസം കൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ബഡ്ജറ്റ് ആവുകയാണ്. നമ്മൾ ഓൾറെഡി ഇങ്ങോട്ട് പോരാനായിട്ട് ഒത്തിരി പൈസ ചിലവാക്കുന്നതാണല്ലോ. അപ്പോൾ വെറുതെ അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ 2 ദിവസം അവിടെ വേസ്റ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് മൺഡേകളിൽ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ തന്നെ ഡേയ്സ് അവിടെ എത്തുന്ന രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്, നമുക്ക് രാവിലെ 8 മണിക്കാണ് 8 to 8:30 ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ 8 മണി മുതൽ 10:30 വരെയാണ് നമ്മളുടെ ബയോമെട്രിക്സിൻ്റെ സമയം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇയർ അങ്ങനെയായിരുന്നു. 8 to 10:30 വരെയാണ് ബയോമെട്രിക്സിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഒരു വേറെ പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് 8 മണിയാണല്ലോ, ആ ഒരു സമയത്ത് പോയാൽ മതിയല്ലോ. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളിപ്പോൾ തലേദിവസം രാത്രിയാണ് എത്തുന്നെങ്കിലും രാവിലെ നേരത്തെ അലാം വെച്ചിട്ട് നിങ്ങൾ പോകാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 6-6:30 ആ ഒരു ടൈം ആകുമ്പോഴേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് 10-ലുള്ള ക്യൂ
ഇതിൽ കയറാനായിട്ട് പറ്റും എന്ന് വെച്ചാൽ. ഇല്ലെങ്കിൽ പിന്നെ അടുത്ത 10-ൽ അങ്ങനെ, പിന്നെ അടുത്ത 10-ൽ അങ്ങനെ കിട്ടുള്ളൂ. അപ്പം 10:30 ആകുമ്പോഴേക്കും ഈ ഒരു പരിപാടി കഴിയുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം തന്നെ, നമ്മൾ എന്താണെങ്കിലും ഇതിന് പോയതല്ലേ, അപ്പം പിന്നെ ലേറ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. രാവിലെ അഥവാ ഉറങ്ങിപ്പോയാലൊക്കെ നമ്മൾ വെറുതെ അങ്ങനെ റിസ്ക് എടുക്കണ്ടേ. അപ്പം നിങ്ങൾ നേരത്തെ പോവാ. ഫോർച്യുനേറ്റ്ലി എനിക്ക് കിട്ടിയതാണ് ടോക്കൺ നമ്പർ 1 ആയിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നമ്മളവിടെ ചെന്നതിൻ്റെ ആവശ്യം അതാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം നമ്മളവിടെ ഫ്ലൈറ്റിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയത് ഒരു 3 o'clock ഏർലി മോർണിംഗ്. അത് കഴിഞ്ഞ് റൂമിൽ പോയി ഫ്രഷായി ഒരു 5 o'clock എണീറ്റു. 5 o'clock എണീറ്റ് കുളിച്ച് 5:20 ഒക്കെ ആയപ്പോഴത്തേക്കും യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. 6 o'clock ആവുന്നതിന് മുന്നേ അവിടെ എത്തി. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പോകാനുള്ളത്, നമ്മൾ എന്താണെങ്കിലും ഒബ്വിയസ്ലി ടാക്സി പിടിച്ചിട്ടാണ് പോകുന്നുണ്ടായിരിക്കുക. അപ്പം നിങ്ങൾ യൂബറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് മുൻപേ കൂട്ടി സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നാളെ ട്രാവൽ ചെയ്യണമെങ്കിൽ ഇന്ന് നമുക്ക് ആ ടൈമൊക്കെ ഷെഡ്യൂൾ വെക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഹറിബറി ഇല്ലാണ്ട് വണ്ടി വന്നോളല്ലോ, കറക്റ്റ് അഡ്രസ്സും ലൊക്കേഷനൊക്കെ കൊടുത്താൽ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് വണ്ടി കിട്ടിയില്ലെങ്കിൽ, അറിയാമല്ലോ ഡൽഹി ഒരു വലിയ സിറ്റിയാണ്. എൻ്റെ ഒരു അറിവ് പ്രകാരം പെട്ടെന്ന് വണ്ടി കിട്ടുമായിരിക്കും. പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിനെങ്ങാനും കുറച്ച് ലേറ്റ് ആയിട്ടെങ്കിലും പണിയില്ല. അപ്പം നിങ്ങൾ നേരത്തെ തന്നെ യൂബറോ അല്ലെങ്കിൽ ഓല ടാക്സി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ടാക്സിയാണ് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. അപ്പം ഏറ്റവും അവിടെ എക്സ്പെൻസ് കുറഞ്ഞിട്ടുള്ള, ഒന്നും കൂടി ഫീസിബിൾ ആയിട്ടുള്ള, കമ്പാരിറ്റീവ്ലി ഫീസിബിൾ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് യൂബറാണ്. അപ്പം അത് നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ റൈഡ് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതേ കറക്റ്റ് ടൈമിൽ, ഓൺ ടൈമിൽ അവർ വരും, നമ്മളെ പിക്ക് ചെയ്ത് നമ്മുടെ കറക്റ്റായ സമയത്ത് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. അടുത്തത് വരുന്നത്, നിങ്ങൾ സ്റ്റേ എടുക്കുമ്പോൾ ഇപ്പോൾ ചിലവർ ട്രെയിനിന് വരുന്നവരായിരിക്കും, ചിലർ ബൈ ഫ്ലൈറ്റിന് വരുന്നവരായിരിക്കും. അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ അടുത്ത്, ഈ എയർപോർട്ടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അങ്ങനെ നമ്മൾ അക്കോമഡേഷൻ എടുക്കും. അപ്പം അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവത്തിൻ്റെ അടുത്ത് പോയിട്ട് എടുക്കുന്നതല്ലേ നല്ലത്. അപ്പം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നമ്മുടെ എംബസിയുടെ നിയർ ബൈ ഉള്ള ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ലേറ്റ് ആവില്ല. അപ്പം അതിലും എനിക്ക് ഫ്രണ്ട് എക്സാമ്പിൾ ഉണ്ട്. എനിക്കറിയില്ല, എവിടെ റൂം എടുത്ത് എനിക്കറിയില്ല, പക്ഷെ ലേറ്റ് ആയിപ്പോയി, ഉറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് 3rd ക്യൂലെങ്ങാണ്ടാണ് ആൾക്ക് കിട്ടിയത് കേട്ടോ. ഭയങ്കര കഷ്ടമാണ്. അപ്പം നമ്മൾ അത്രയും നേരം രാവിലെ മുതൽ അവിടെ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ആ എംബസിക്ക് അടുത്ത് ഒരു 20 minutes, നമ്മൾ 20 minutes ഒരു ഗ്യാപ്പിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ അക്കോമഡേഷൻ എടുക്കാനായിട്ട് നോക്കുക. റെയിൽവേ സ്റ്റേഷൻ എത്ര ദൂരം അവിടെ നിന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ വരുന്നത് നിങ്ങളുടെ ഡോക്യുമെൻസിൻ്റെ കാര്യമാണ്. നിങ്ങൾ ഇവിടുന്ന് എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും താങ്ങി പിടിച്ച് പോകേണ്ട ഒരു കാര്യമില്ല കേട്ടോ. സത്യം പറയല്ലോ, അവർ നമ്മളുടെ പാസ്പോർട്ട് മാത്രമാണ് അവിടെ ചോദിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലേക്ക് അത്രയും ടെൻഷൻ ഉണ്ടെങ്കിൽ ഒറിജിനൽസ് ഒന്നും കൊണ്ടുപോകണം. നമ്മൾ ദൂരെ യാത്ര പോലെ നമുക്ക് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ ലാസ്റ്റ് മൊമെന്റിൽ. നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ എല്ലാത്തിൻ്റെയും ഓരോ കോപ്പി എടുത്തോളൂ. പാസ്പോർട്ടാണ് അവിടെ മസ്റ്റായിട്ടും അവർ ചെക്ക് ചെയ്യുന്നത്. പാസ്പോർട്ട് മാത്രം നിങ്ങൾ കൊണ്ടുപോയാൽ മതി. പിന്നെ നമ്മളുടെ NSRൻ്റെ കോപ്പിയും കൂടെ വെച്ചോളൂ. അത് നമ്മളൊരു സേഫസ്റ്റ്, നമ്മളത് കൂടെ NSRൻ്റെ കോപ്പിയും കൂടെ കയ്യിൽ വെച്ചോളൂ. അപ്പം അത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത്, നമുക്കറിയാലോ നമ്മുടെ RP കാർഡ് ഒന്നെങ്കിൽ നമുക്ക് ഡൽഹിയിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മളെ നിയറസ്റ്റ് കോൺസുലേറ്റിലേക്ക് വരും. അപ്പം നമുക്ക് ഏറ്റവും സുഖം പോയി കളക്ട് ചെയ്യാൻ പറ്റുന്നത് കോൺസുലേറ്റ് ആണല്ലോ. അപ്പം നമ്മുടെ നിയറസ്റ്റ് കോൺസുലേറ്റ് എന്ന് പറഞ്ഞാൽ ചെന്നൈയാണ്. അപ്പം ചെന്നൈയിലേക്ക് നമ്മൾ അങ്ങനെ കൊടുക്കുമ്പം നമ്മുടെ കോൺസുലേറ്റിലേക്ക് ആണ് RP കാർഡ് വരുന്നതെങ്കിൽ നമ്മൾ 500 rupees നമ്മൾ അതിനായിട്ട് പേ ചെയ്യണം. കൊറിയർ ഫീസ് എന്താണെന്നാണ് പറയുന്നത്. അപ്പം ഈ 500 അവർ ക്യാഷ് ആയിട്ട് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. കാർഡോ അല്ലാതെ വേറെ ഒന്നും ഗൂഗിൾ പേ ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം നിങ്ങൾ എത്ര ആൾക്കാരാണോ പോകുന്നത്, ഇപ്പം അച്ഛനും അമ്മയും പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ ഈച്ച് 500 നിങ്ങളുടെ കയ്യിൽ തന്നെ ലിക്വിഡ് ക്യാഷ് ആയിട്ട് വെക്കാനായിട്ട് നോക്കുക കേട്ടോ. ആ ഒരു മൊമെന്റിൽ നിങ്ങൾ അവിടെ കിടന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു അങ്ങനത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒരു 500 rupees, നിങ്ങൾ എത്രയാണോ രൂപ എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് തന്നെ വെക്കാനായിട്ട് നോക്കുക.
അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് അവിടെ പോയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ചോദിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ അറിയാമല്ലോ, വല്ലാതെ അങ്ങോട്ട് റീച്ച് ആവുന്നില്ല. അപ്പം കാണുന്നവരൊക്കെ ഒന്ന് മാക്സിമം കണ്ടിട്ട് പോകാണ്ട് ജസ്റ്റ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.